ഫണ്ണിയസ്റ്റ് മൂമെന്റ് സീരീസിലെ നെക്സ്റ്റ് പാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ നമുക്ക് കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ചുറ്റും നടന്ന വളരെ രസകരമായ ധാരാളം സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി അധികം വൈകിക്കാതെ ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഈ സംഭവത്തിൽ നമുക്ക് കാണാം, ഇവരൊക്കെ ഒരു ട്രിപ്പിന്റെ ഭാഗമായി ബീച്ചിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഓരോ സ്ഥലത്തിറങ്ങി ഓരോ വീഡിയോ ഒക്കെ എടുക്കണമല്ലോ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ വീഡിയോ എടുക്കലിന് നേതൃത്വം കൊടുക്കുന്നത് ഈ കുട്ടിയാണ്. അങ്ങനെ അവളെല്ലാം സെറ്റാക്കി വീഡിയോയിലിടേണ്ട സ്റ്റെപ്പൊക്കെ കാണിച്ചു കൊടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങി. പക്ഷേ പലർക്കും പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് ഇവിടെ നിന്നില്ലാതെ കുറെ മോട്ടിവേഷൻ അങ്ങ് കയറി വരും. അങ്ങനെ അതിന്റെ ഭാഗമായി ബോധോദയം ഒക്കെ ഉണ്ടായി, എല്ലാ ലൈഫ് സ്റ്റൈലും ഒന്ന് മാറ്റിയെടുക്കണം, കുറെ വർക്കൗട്ടൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി എടുക്കണം എന്നൊക്കെ തോന്നും. എന്നിട്ട് നേരെ റൂമിൽ പോയി അടച്ചിരുന്ന് വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങും. പക്ഷെ അതിന്റെ ഇടയിൽ ആരെങ്കിലും അങ്ങോട്ട് വന്ന് അതൊക്കെ കണ്ടാലുള്ള ഒരു ചമ്മലുണ്ട്. ചില വീഡിയോകളുടെ എൻഡിങ് അൺഎക്സ്പെക്ടഡ് ആയിരിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ വിചാരിച്ചിരുന്നതല്ല ആ വീഡിയോയിൽ സംഭവിക്കുന്നതെന്ന്. ഇതെന്തോ ഫാഷൻ ഷോയോ മറ്റോ ആണെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടു നോക്കാം. ഇതും ഞാൻ പറയാറുള്ള ചതുരംഗക്കളിയുടെ പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്നുള്ള ചില നീക്കങ്ങൾ. നമുക്ക് സുഖമായിട്ട് കിടക്കാം. പോസൊക്കെ കൊള്ളാമായിരുന്നു, പക്ഷെ പോസ് ഇടാൻ പറ്റിയൊരു സ്ഥാനമായിരുന്നില്ല അത്. പൊതുവെ ആളുകൾ ഇങ്ങനെ തുണി ഉണക്കാനിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവൻ കുറച്ച് വെറൈറ്റി പിടിച്ച് മുഴുവനായിട്ട് ഉണക്കാനിട്ടതാണ് എന്തോ, പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ മൈൻഡല്ലേ. നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ കൂട്ടം കൂടിയിരിക്കുമ്പോൾ ചില പ്രത്യേക സ്ഥലത്ത് വെച്ച് ചില പ്രത്യേക സമയത്ത് നമുക്ക് തോന്നാറില്ല, ഇവരൊന്ന് പേടിപ്പിച്ച എങ്ങനെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഒരു തോന്നലിന്റെ പുറത്ത് ഇവന്മാര് ചെയ്തൊരു പ്രാങ്കാണിത്. പാമ്പ് തന്നെ ഓടില്ലേ? ആനാറിനോടാ സെറ്റ് റെഡിയാക്കിയോ? ആ മുളന്റെ അവിടെ എത്തി ഓടിക്കണോ? അയ്യോറിനോട് വെച്ചിട്ട് എന്താന്ന് പറയണ്ട. അപ്പൊ ഓടി ഓടി അടുത്തതായി നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് തന്റെ സുഹൃത്തിന് ഒരു തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കുന്ന വളരെ നന്മയുള്ള ഒരു ഫ്രണ്ടിനെയാണ്. ബിസിയാണോ? എടാ ഞാനൊരു കാര്യം പറയാം, വേറെ ആരും പറയണ്ട. എടാ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഇതിന്റെ തന്നെ, നമ്മുടെ ഫീൽഡിന്റെ തന്നെ. അപ്പൊ 6 ലക്ഷം രൂപ കൊടുത്താൽ മതി. നിനക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുകയല്ലേ? ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത് കിട്ടിയില്ലേ? അത് മാത്രമേ അത് ക്വാളിഫിക്കേഷൻ പറയുന്നുള്ളൂ. അവര് പറയുന്നത് കേറുമ്പത്തേക്കും ഒരു 25-30 രൂപ സാലറി കിട്ടത്തുള്ളൂ. അത് കഴിയുമ്പത്തേക്ക് പിന്നെ നിന്റെ പെർഫോമൻസ് വെച്ച് കൂട്ടി തരുമെന്ന് പറഞ്ഞേ. ഞാനിപ്പോ ഹിമാൻഷിനോട് പറഞ്ഞു, നീ കൂടെ നോക്ക്. സംഭവം 6 ലക്ഷം രൂപ. സംഭവം എന്നാന്ന് വെച്ചാലേ സംഭവം എന്നാന്ന് വെച്ചാലേ ഈ സിംഹവാലം കുരങ്ങിന് ഇണയില്ല. അപ്പൊ ഇണ ചേരാൻ വേണ്ടി ഉള്ള ഇതാ. സിംഹവാലം കുരങ്ങില്ലേ, അതിന് ഇണ ചേരാൻ ആളില്ല. സിംഹവാലം കുരങ്ങിന് ഇണ ചേരാൻ ആളില്ല. അപ്പൊ നിന്നെ ഒന്ന് നീ ഒന്ന് പോണോ, നിനക്ക് പറ്റിയതാ. നമുക്കറിയാം, ഇന്റർവ്യൂകളിൽ വളരെ വ്യത്യസ്തമായ മറുപടികൾ കൊടുക്കുന്ന കാര്യത്തിൽ എക്സ്പേർട്ടാണ് ഷൈൻ ടോം ചാക്കോ. അപ്പോൾ അത്തരത്തിലൊരു വെറൈറ്റി മറുപടി കണ്ടോളൂ.
രതിപുഷ്പം ഡാൻസ് ഇല്ലേ, നമ്മൾ അന്ന് കളിച്ചിരുന്നു. അപ്പൊ ആ ഡാൻസ് ആക്ച്വലി ചേട്ടനും സൗബിൻകായും കൂടി എവിടുന്നോ എടുത്താണ്, തായ്ലൻഡിൽ നിന്ന് എടുത്താണെന്ന് എന്തോ പറഞ്ഞു. തായ്ലൻഡിൽ ഞങ്ങൾ ഒരു ദിവസം പോയിട്ട് ഒരു ബക്കറ്റിൽ കോരി ഇങ്ങോട്ട് എടുത്തു വന്നത്. കഴിഞ്ഞ 1-2 മാസത്തിനിടയ്ക്ക് നമ്മൾ കുറേ സിഗ്മ എക്സ്പ്രഷനുകൾ കാണേണ്ടി വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഇതുകൂടി ചേർത്തോളൂ. പക്ഷെ ഇത് സിഗ്മ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം വേറെ എന്തൊക്കെ എക്സ്പ്രഷൻ ആയിട്ടുണ്ട്, കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. പിന്നല്ല, മനുഷ്യന്റെ ക്ഷമക്ക് ഒരു പരിധിയില്ലേ. ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. ഇനി കുറച്ചു നേരത്തേക്ക് നമുക്ക് കുറച്ച് അതിഗംഭീര പെർഫോമൻസുകൾ കാണാം. ആദ്യമായി തന്നെ ഒരു പാട്ടായിക്കോട്ടെ. മേഘത്തേരിൽ മേഘത്തിൽ രാഗപക്ഷിയായി കാറ്റിൽ പറഞ്ഞതെന്തോ രാഗം കൈമാറും, മേഘം കൈമാറും. അടുത്തതായി ഒരു മിമിക്രി പെർഫോമൻസ്. ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നു. ഞാനിവിടെ ചെയ്യുന്നത് മിമിക്രിയാണ്. ആദ്യമായാണ് സ്റ്റേജിൽ കയറുന്നത്, അതിന്റെ തെറ്റൊക്കെ ഉണ്ടാവും. ആദ്യമായി നിശബ്ദത. രണ്ടാമതായി ഉറുമ്പ് കരയുന്ന ശബ്ദമാണ്. ഉറുമ്പ് കരഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. അടുത്തതായി മൈക്കിൽ കൊട്ടുന്ന ശബ്ദമാണ്. മൈക്കിൽ കൊട്ടുമ്പോ ഉണ്ടാവുന്ന ശബ്ദം. താങ്ക് യു. അടുത്തതായി ക്ലാപ്പ് ചെയ്യുമ്പോ ഉണ്ടാകുന്ന സൗണ്ടാണ്. ക്ലാപ്പ് ചെയ്യുമ്പോ അടുത്തതായി ഒരു പാട്ടാണ്, ആരും കേൾക്കാത്ത പാട്ട്. ഇതുപോലെ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനം. ഇനി അവസാനമായി ഈ ഡാൻസ് പെർഫോമൻസോട് കൂടി അതിഗംഭീര പെർഫോമൻസുകളുടെ നമ്മുടെ ലിസ്റ്റ് അവസാനിക്കുകയാണ്. No. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഒരു ബ്രേക്കപ്പിന് ശേഷം കടുത്ത ഡിപ്രഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിനെയാണ് നമ്മളിവിടെ കാണുന്നത്.
ഹെഡ്സെറ്റ് വേടാ എന്നെ തേച്ചടാ എന്നെ തേച്ചടാ ആരാ വെച്ചത്? എന്തൊരു കഷ്ടമാണിത്. മനുഷ്യന് മനസ്സമാധാനമായിട്ടൊന്ന് സാഡാവാനും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.